ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു നമ്മോടൊപ്പം. ഡോക്ടർ മോഹൻ റോയ്, ഷാനിദ് എന്ന ചെറുപ്പക്കാരൻ്റെ ദാരുണമായൊരു മരണവിവരമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഇപ്പോൾ ഈ 2 പാക്കറ്റ് MDMA 2 പാക്കറ്റ് ഈ പോലീസ് പരിശോധനയ്ക്കിടെ ഷാനിദ് വിഴുങ്ങുന്നത്. അപ്പോൾ ഈ വേഗത്തിൽ സർജറി ചെയ്ത് ഈ പാക്കറ്റ് പുറത്തെടുക്കുക എന്നായിരുന്നു ലക്ഷ്യം. അത് ആ സർജറി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നോ? അപ്പം ഈ വലിയ അളവിൽ ഇത് പാക്കറ്റിന്റെ രൂപത്തിലൊക്കെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? അല്ല, ഇത് നമുക്കറിയാവുന്നത് പോലെ ഈ ഒരു 10-20 വർഷം മുമ്പുള്ള കണക്കുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇത് സാധാരണ എവിടെ സംഭവിക്കുന്നു എന്നുള്ളത് നോക്കി. ഇത് സാധാരണ എയർപോർട്ടുകളിലൊക്കെ തന്നെ ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്നും ലഹരി കടത്തി കൊണ്ടുവരുന്ന സംഘങ്ങൾ കൊണ്ടുവരികയും ഇത്തരത്തിൽ വിഴുങ്ങി തന്നെ കൊണ്ടുവരുന്ന സംഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം സംഘങ്ങൾ ഇപ്പോ നാട്ടിൽ ഉൾപ്പെടെ മുക്കിലും മൂലയിലും വ്യാപകമാണ് എന്നുള്ളതാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത്. അത്രത്തോളം വ്യാപകമായി കഴിഞ്ഞു. നോക്കൂ, ഈ ആളിനെയൊക്കെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും MDMA നമ്മുടെ എത്ര യുവാക്കളെയും ചെറുപ്പക്കാരെയും നശിപ്പിക്കുമായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ MDMA എന്ന് പറയുന്ന ഈ ലഹരി പദാർത്ഥം ഇതിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ലഹരിക്കെതിരായിട്ടുള്ള യുദ്ധത്തില് മറന്നു പോകുന്ന ഒരു കാര്യവും അതാ. ഇത് വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 10 ഗ്രാമിന് ഒരു 40,000 രൂപയാണ് എന്ന് വിചാരിച്ചോളൂ. 10 ഗ്രാമിന് 40,000 രൂപയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ 10 ഗ്രാം കിട്ടിയാൽ അയാൾക്ക് വേണമെങ്കിൽ അതിൽ 10 ഗ്രാം അയാൾക്ക് ഉദ്ദേശിക്കുന്ന എന്ത് സാധനവും എടുത്ത് കലർത്തി 20 ഗ്രാം ആക്കി കഴിഞ്ഞാൽ അയാൾക്ക് 80,000 രൂപ കിട്ടും. അയാളുടെ ലാഭം ആലോചിച്ചു. അപ്പൊ ഇതിൽ ധാരാളം മറ്റു പദാർത്ഥങ്ങൾ കലർത്തുന്നുണ്ട്. അങ്ങനെ കലർത്തിയും കൂടി കൊള്ളലാഭം നേടാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ MDMA ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വ്യക്തിയുടെ രക്തസമ്മർദ്ദം ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ രക്തസമ്മർദ്ദം ഉയരുന്നതിന്റെ ഭാഗമായിട്ട് മറ്റ് ഹൃദയത്തിനോ ഒക്കെ നേരത്തെ കുഴപ്പമുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് തലച്ചോറിൽ രക്തപ്രവാഹം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പല ഘടകങ്ങൾ ആണ് മരണത്തിലേക്ക് നയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇവരുടെ ഹൃദയമിടിപ്പിന്റെ നിരക്ക് ഉയരും. അപ്പൊ ഹൃദയമിടിപ്പിന്റെ നിരക്കൊക്കെ നമുക്കറിയാവുന്ന പോലെ ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ തന്നെ ഒരു അവതാളത്തില്ല. അപ്പൊ അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടാണ് മരണം സംഭവിക്കുന്നത്. പക്ഷെ അതിലും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കലർത്തുന്ന മറ്റ് പദാർത്ഥങ്ങളെ കുറിച്ചാണ്. അതായത് കൊള്ളലാഭത്തിന് വേണ്ടി എന്തു സാധനം, ഇപ്പൊ നമ്മളൊക്കെ പണ്ട് നമുക്ക് ഈ ബ്രൗൺ ഷുഗർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അതിന്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം എന്ന് പറയുന്നത് വെള്ളയാണ്, വൈറ്റ് ഷുഗർ ആണത്. അതിനെ ബ്രൗൺ ആക്കുന്നതിന് ഞങ്ങളുടെ ഈ മേഖലയില് ഇത്രയും നാൾ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നത് ഈ ചത്ത പാറ്റ, പല്ലി, ഈ ഇല പൊടിച്ചത് ഇതൊക്കെ കലർത്തിയാണ് ഇവരിത് ബ്രൗൺ ഷുഗർ ആക്കി മാറ്റിയെടുക്കുന്നത്. അപ്പൊ അത്രത്തോളം ക്രിമിനൽ സ്വഭാവമുള്ള സംഘങ്ങളാണ് ഇതിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. MDMA സാധാരണ നിലയ്ക്ക് ഇപ്പോ എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് കൂടുതലായി ചേർത്തുകൊണ്ടിരിക്കുന്നത് ഇവർ? അല്ല, ഇതിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടമുള്ളത്. കാരണം നമുക്കൊരിക്കലും ഇവരിതിൽ എന്താണ് കലർത്തുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്തും അവർക്ക് കിട്ടുന്ന അപ്പോ ലാഭത്തിന് വേണ്ടിയുള്ള എന്ത് കാര്യവും ചേർക്കാം. പൊതുവെ നമ്മൾ പറയുന്നത് ഈ എഫെഡ്രിൻ എന്ന് പറയുന്ന ഒരെണ്ണം, കീറ്റമിൻ, പിന്നെ ഒരു മെത്താംഫിറ്റമിൻ കലക്കുന്നതായി പറയുന്നുണ്ട്. പിന്നെ ഒരു മെഫെഡ്രോൺ എന്ന് പറയുന്ന ഒരു മരുന്ന്. ഇത്തരം ഘടകങ്ങളൊക്കെയാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഷാനിദിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഡോക്ടർ വേഗത്തിൽ സർജറി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നോ അയാളെ? അല്ലല്ല, ഇത് നോക്കൂ, ഇദ്ദേഹം വിഴുങ്ങിയപ്പോ ഇതിന്റെ ഒരു എന്തിലിട്ടാണ് ഇദ്ദേഹം വിഴുങ്ങിയത് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കില്ല. നോക്കൂ, നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞതുള്ള ഒരു ടൈം ഡിലേ ഉണ്ടല്ലോ അങ്ങോട്ട് എത്തിക്കാനായിട്ട്. ആ കുറഞ്ഞ ടൈം ഡിലേയും പിന്നെ ഒരു സർജറി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു സർജറിക്ക് മുമ്പുള്ള ഒരു പരിശോധനയും ഒക്കെ നടത്തി. അപ്പൊ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാമെന്നേ. ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇപ്പൊ സർജറിക്ക് മുമ്പ് ഉള്ള ചില പ്രാഥമിക പരിശോധനകളുണ്ട്. ആ പരിശോധനകളും മറ്റും നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് സർജറിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് വിരൽ ചൂണ്ടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ വല്ല 3-4 മാസത്തിലൊരിക്കലൊക്കെ വല്ല എയർപോർട്ടുകളിൽ നിന്നും ഒരു പ്രാവശ്യം ഒരു വിദേശ പൗരനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള ഘട്ടത്തിൽ നിന്നും സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ഇത് വ്യാപകമായിരിക്കുന്നു, ഇത് കടത്തുന്നത് വ്യാപകമായിരിക്കുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ വളരെയധികം ഭയപ്പെടുത്തേണ്ടതാണ്. ശരി, നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്. എന്തായാലും അമ്പായത്തോട് സ്വദേശി ഷാനിദാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇന്നലെയാണ് പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ
പോലീസിനെ കണ്ട് ഭയന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 കവർ ഈ MDMA ചെറിയ കവറുകളാണ്, 20 ഗ്രാം വീതമുള്ള കവറാണെങ്കിൽ കൂടിയും അത് വിഴുങ്ങിയതിന് പിന്നാലെ വലിയ തോതിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നു. വേഗത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് സർജറി ചെയ്ത് ഇത് പുറത്തെടുക്കുക എന്നതായിരുന്നു പോലീസിൻ്റെയും ഡോക്ടർമാരുടെ ലക്ഷ്യം. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുന്നു. രക്തസമ്മർദ്ദം കൂടുന്നതും പല നിലക്ക് ഇത് ഇത്രയും കൂടിയ അളവിലുള്ള MDMA രക്തത്തിലേക്ക് കലർന്നു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ശാരീരിക പ്രശ്നങ്ങൾക്ക് മരണത്തിലേക്ക് വരെ അത് നയിക്കുമെന്ന് ഡോക്ടർ മോഹൻ റോയ് അടക്കമുള്ള ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുകയാണ്. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇനി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മരണ കാരണം എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത പൂർണ്ണമായും വരൂ എന്നുള്ളതും കൂടിയുണ്ട്. അല്പസമയത്തിനകം തന്നെ ഷാനിദിനെ പോസ്റ്റ്മോർട്ടത്തിനായി ഷാനിദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കുകയാണ്. ഇതൊരു വളരെ റയറസ്റ്റ് ആയിട്ടുള്ളൊരു കേസാണ്. അതുകൊണ്ട് മരണകാരണം എന്നുള്ളത് നിർണായകമായൊരു വിവരമാണ്. പുതിയ കാലത്ത് ഇത്തരം സംഭവങ്ങൾ കൂടി വരുമ്പോൾ ലഹരിക്കെതിരായ നീക്കങ്ങൾ കുറെ കൂടി പോലീസ് കടുപ്പിച്ച ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നത്. പക്ഷേ ഇത് അപൂർവമായിട്ടാണ് ഈ പോലീസ് ലഹരി വേട്ടക്കിടെ ഇത് കൈവശം വച്ചിരിക്കുന്ന ആൾ വിഴുങ്ങുന്നതും അത് മരണത്തിലേക്ക് നയിക്കുന്നതുമൊക്കെ വളരെ അപൂർവമായിട്ടാണ് കേൾക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഇത് വിഴുങ്ങിക്കഴിഞ്ഞാൽ, ഇത് കൂടിയ അളവിൽ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ, രക്തത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച്, പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വലിയൊരു അപായ സൂചനയും കൂടിയാണ് ഇപ്പോൾ ഷാനിദിന്റെ മരണം എന്ന രീതിയിൽ കൂടി കാണണം. എന്തായാലും ഷാനിദിന്റെ മരണം ഇന്ന് രാവിലെയോടുകൂടിയാണ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു മരണകാരണം എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത വരും. ഇന്നലെ രാവിലെയാണ് ഈ ലഹരി പരിശോധനയ്ക്കിടെ ഷാനിദ് 2 കവറുകൾ വിഴുങ്ങുന്നത്. ചെറിയ കവറുകളാണെങ്കിൽ കൂടിയും ഇത് വയറ്റിനകത്ത് ചെന്ന് കൂടിയ അളവിൽ രക്തത്തിൽ കലർന്ന് വലിയ തോതിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അത് മരണത്തിലേക്ക് നയിക്കുകയുമാണ് ചെയ്തത്. ഫൈസൽ നെടുമ്പാല മെഡിക്കൽ കോളേജിൽ എത്തിയെന്ന് മനസ്സിലാക്കുകയാണ്. ഫൈസൽ, അവിടെ നിന്ന് ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും ഒക്കെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എപ്പോഴത്തേക്കാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുക? ഈ കൃത്യമായ ഒരു സമയം, ഈ മരണം നടന്ന കൃത്യമായ ഒരു സമയം സ്ഥിരീകരിക്കുന്നുണ്ടോ കോളേജിൽ നിന്ന്? ഫൈസൽ, ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ കണ്ട് ഭയന്ന് കയ്യിലുണ്ടായിരുന്ന MDMAയുടെ കവർ വിഴുങ്ങിയ യുവാവാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ഇന്നലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് സർജറിക്കായി മാറ്റിയിരുന്നതാണ് ഷാനിദിനെ. പക്ഷേ സർജറിക്ക് മുമ്പേ തന്നെ ആരോഗ്യനില വഷളാവുകയും അത് മരണത്തിന് കാരണമാവുകയും ചെയ്തു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഫൈസൽ നെടുമ്പാല വീണ്ടും. ഫൈസൽ, മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ എന്താണ് കിട്ടുന്ന പുതിയ വിവരങ്ങൾ? എപ്പോഴത്തേക്കായിരിക്കും ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടക്കുക? സിഫുദ്ദീൻ, അത്തരം വിവരങ്ങളൊക്കെ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാവിലെ ഈ MDMA ഈ ഷാനിദ് എന്ന് പറയുന്ന യുവാവ് വിഴുങ്ങിയ അപ്പോൾ തന്നെ താമരശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ ഈ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടക്കത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ MDMA വിഴുങ്ങിയ നേരത്തെ ഡോക്ടറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വലിയ മാരകമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. MDMA വിഴുങ്ങി കവർ പൊട്ടി ഏതെങ്കിലും തരത്തിൽ ഈ പൊടി വയറിലേക്ക് ഡയറക്റ്റ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും തുടർന്ന് മരണം സംഭവിക്കുന്നതടക്കമുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമായി തന്നെയാണ് പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ശസ്ത്രക്രിയയ്ക്ക് ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായിരുന്നു. ശസ്ത്രക്രിയ നടത്തി വയറ്റിലുള്ള
ഉൾപ്പെടെയുള്ള ഈ പറയുന്ന കവർ പുറത്തെടുത്തുകൊണ്ട് ഈ യുവാവിനെ രക്ഷിക്കുക ഈ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഈ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതും ആ മരണം സംഭവിക്കുന്നതും. എന്തായാലും മെഡിക്കൽ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്പസമയത്തിനകം തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അതിന്റെ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അതിലൊരു വ്യക്തത വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം വളരെ വലുതാണ്. അപൂർവമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളും അത്തരത്തിലുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്താൽ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് അടക്കം പോലീസ് കടക്കുമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ രാവിലെ 9:15 കൂടിയാണ് ഈ അമ്പായത്തോട് മേലെപ്പള്ളിക്ക് സമീപത്ത് നിന്ന് ഷാനിദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പോലീസിനെ ഭയന്നുകൊണ്ട് ഈ MDMA അടങ്ങിയ 2 കവർ ഷാനിദ് വിഴുങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം താമരശ്ശേരിയോ ഈ കൊടുവള്ളിയോ കുന്നമംഗലം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിക്കൊണ്ട് MDMA കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്കായി ഡാൻസ് ഓഫിന്റെയും പോലീസിന്റെയും ഒക്കെ സംയുക്ത പരിശോധന രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കൃത്യമായിക്കൊണ്ടുള്ള പരിശോധനയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ്. നിരവധി തവണ ഓരോ ദിവസവും 2-3 സ്ഥലങ്ങളിൽ നിന്നായി ഇത്തരത്തിലുള്ള MDMA ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്നുകളൊക്കെ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു MDMA കേസ് ഈ താമരശ്ശേരി പരിധിയിൽ വരുന്നു എന്നുള്ളത് നമ്മൾ അതീവ ഗൗരവമായി തന്നെ ഇതിൽ കാണേണ്ടതുണ്ട്. അതിനിടെ ഒരു യുവാവ് ഇത് വിഴുങ്ങി മരണത്തിന് കീഴടങ്ങുന്നു എന്നുള്ളതും ഇതിന്റെ ഗൗരവം അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്നുള്ളതും നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരും. സൈഫുദ്ദീൻ.